അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. അമ്മ രാവിലെ തന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുന്നത് കല്യാണം വിളിക്കാനാണ്. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാറുണ്ട് എല്ലാ തേഴ്സ്ഡേയും. അപ്പോൾ സാരി ഉടുക്കാനായിട്ട് നേരത്തെ എനിക്ക് സാരി പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കണം. കാരണം എനിക്ക് ലാസ്റ്റ് മിനിറ്റ് സാരി ഉടുക്കാൻ അറിയില്ല. എനിക്ക് സാരി ഉടുക്കാൻ ഒരുപാട് സമയം വേണം. അതുകൊണ്ട് ലാസ്റ്റ് ഹറിബറിയായി കുളമാകും. അതുകൊണ്ട് ഞാൻ പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇതേപോലെ അലമാരയുടെ ഡോറിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഹൈറ്റ് അനുസരിച്ച് പ്ലീറ്റ് എടുത്ത് നല്ലപോലെ പിൻ ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കും. അതാകുമ്പോൾ ആ സമയമാകുമ്പോൾ ഉടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇതുപോലെ അതിനുശേഷം മീൻകറി വെച്ചു. ഇവയ്ക്ക് ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു, ഫുഡ് കൊടുത്തു. അതിനുശേഷം കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, കഴുകി. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, സുഖിക്കുകയാണ് കല്യാണമായപ്പോൾ എന്നാണ് പലരുടെയും വിചാരം. പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല പിടിപ്പത് പണിയുണ്ട്. അതിനുശേഷം സ്റ്റവും അതിൻ്റെ താഴെയൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു. അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനായിട്ടൊരു റീൽ ഷൂട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ആ റീലും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പോയി കുളിച്ച് തുണിയൊക്കെ നനച്ച് വിരിച്ചു. അതിനുശേഷം നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എന്താണത്? സ്കിൻ കെയർ ആണത്. സ്കിൻ കെയർ ചെയ്തു. അതിനുശേഷം എനിക്കിങ്ങനെ റെഡി ആകുമ്പോൾ പാട്ടൊക്കെ ഇട്ട് വൈബ് ചെയ്താണ് ഞാൻ റെഡി ആവുന്നത്. ഇതിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഞാൻ പാടുകയാണ്. ആ പാട്ട് ഏതാണെന്ന് മനസ്സിലായി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇത് റെഡി ചെയ്ത് എനിക്കിവിടെ ഒരു പിമ്പിൾ വരുന്നുണ്ട്. പക്ഷെ കാര്യമില്ല, മുഖമായാൽ പിമ്പിൾ വരും, അത് സാരമില്ല. അതിനുശേഷം ലിപ്സ്റ്റിക് ഇട്ടു, റെഡിയായി. ഞാൻ സാരി കൊടുത്ത് പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചാൽ ഇതുപോലെ എളുപ്പമായിട്ട് നമുക്ക് കൊടുക്കാം. അതിനുശേഷം എന്നെ കണ്ടപ്പോൾ എനിക്കിന്നെ ഒരു പാട്ട് ഓർമ്മ വന്നു, എന്ത് ഭംഗി എന്നെ കാണാൻ എന്ന. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.